നമസ്കാരം. നിളയോർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജൽജീവൻ പ്രവൃത്തികളുടെ ഭാഗമായി പൊളിച്ചിട്ട തൃത്താല നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ മഴയ്ക്ക് മുൻപ് പൂർത്തീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ജല അതോറിറ്റി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ജില്ലയിൽ ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളിൽ പ്രധാന തടസ്സമായി നിൽക്കുന്ന റോഡുകളിലെ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം ചേർന്നത്. തൃത്താല മണ്ഡലത്തിലെ കറുകപ്പുത്തൂർ അക്കിക്കാവ്, പട്ടോളിക്കാവ് കറുകപ്പുത്തൂർ, തണ്ണീർക്കോട് നടുവട്ടം, തണ്ണീർക്കോട് ചാലിശ്ശേരി, ആനക്കര കാലടി തുടങ്ങിയ റോഡ് പ്രവൃത്തികളുടെ തടസ്സങ്ങൾ നീക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. തൃത്താല, ചാലിശ്ശേരി, തിരുമിറ്റക്കോട്, നാഗലശ്ശേരി പഞ്ചായത്തുകളിലെ PWD റോഡ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാലടി, ആനക്കര, നടുവട്ടം, തണ്ണീർക്കോട് റോഡുകളുടെ പുനരുദ്ധാരണ തുക സർക്കാർ ഉത്തരവ് പ്രകാരം വാട്ടർ അതോറിറ്റി ഷൊർണൂർ ഡിവിഷൻ അടച്ച തുക PWD തിരികെ നൽകിയിരുന്നു. തുക തിരികെ നൽകിയാൽ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി PWD തന്നെ നടത്താമെന്ന് PWD റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തുക തിരികെ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഷൊർണൂർ ഡിവിഷൻ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു. കറുകപ്പുത്തൂർ അക്കിക്കാവ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിക്കായി വാട്ടർ അതോറിറ്റി ഒടുക്കിയ തുക ചലാൻ വെച്ച് ഭരണാനുമതിക്കു വേണ്ടി തുടർ നടപടികൾ സ്വീകരിക്കാൻ PWD റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ചാലിശ്ശേരി തണ്ണീർക്കോട് പൈപ്പ് ലൈൻ ഇടുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടങ്ങുന്നതിന് മുമ്പ് അതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ യാത്ര താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനായി RTOയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് PWD റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തുടർ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. തണ്ണീർക്കോട് നടുവട്ടം റോഡ് പുനരുദ്ധാരണ കരാർ ഒരാഴ്ചയ്ക്കുള്ളിൽ വയ്ക്കുമെന്ന് PWD റോഡ്സ് വിഭാഗം അറിയിച്ചു. ജൽജീവൻ മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് പുനരുദ്ധാരണം, റോഡ് കട്ടിംഗ് എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതിനാലും പുതിയ പ്രവൃത്തിയുടെ ഭാഗമല്ലാത്തതിനാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാലും ഭരണാനുമതി കിട്ടുന്ന മുറയ്ക്ക് പണി ചെയ്താൽ മാത്രമേ മഴക്കാലത്തിനു മുമ്പ് പൂർത്തീകരിക്കാൻ സാധിക്കൂവെന്നും യോഗത്തിൽ ചർച്ച ചെയ്തു. യോഗത്തിൽ സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, PWD, വാട്ടർ അതോറിറ്റി, ജൽജീവൻ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19 മുതൽ 7 ഘട്ടങ്ങളിലായി നടക്കും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. വിഗ്യാൻ ഭവനിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. പുതുതായി ചുമതലയേറ്റ കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തീയതി പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നു. 543 മണ്ഡലങ്ങളിൽ 10.5 പോളിംഗ് സ്റ്റേഷനുകളിലായി 97 കോടി വോട്ടർമാരാണ് ഇത്തവണ രാജ്യത്ത് വോട്ടവകാശം വിനിയോഗിക്കുക. മാർച്ച് 28-ന് വിജ്ഞാപനം, പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഏപ്രിൽ 4, സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന്, പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏപ്രിൽ 8 എന്നിങ്ങനെയാണ് പ്രധാന ദിവസങ്ങൾ. 49.7 കോടി പുരുഷ വോട്ടർമാർക്കും 47.1 കോടി സ്ത്രീ വോട്ടർമാർക്കും ഇത്തവണ വോട്ടവകാശമുണ്ട്. 48,000 പേർ ട്രാൻസ്ജെൻഡർമാരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം പ്രവർത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവായിരുന്ന യു ഹൈദ്രോസ് തൃത്താല പറഞ്ഞു. തനിക്കൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നും യു ഹൈദ്രോസ് പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 43 വർഷമായി മുസ്ലിം ലീഗിനൊപ്പം നിന്ന തൃത്താല മണ്ഡലത്തിലെ സീനിയർ അംഗമായിരുന്ന യു ഹൈദ്രോസ് തൃത്താലയാണ് LDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിലർ, സംസ്ഥാന കൗൺസിലർ, സംസ്ഥാന STU വർക്കിംഗ് കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിലെല്ലാം ഹൈദ്രു പ്രവർത്തിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തോളമായി പാർട്ടി പ്രവർത്തനം നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിലും യു ഹൈദ്രോസ് അതിഥിയായി എത്തിയിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ലീഗിലെ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ തനിക്കെതിരെ രംഗത്ത് വരികയായിരുന്നുവെന്നും പലതവണ ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നുമാണ് യു ഹൈദ്രോസിന്റെ ആരോപണം. 2000 വരെ 1980 മുതൽ 2000 വരെ തൃത്താല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്നു. ഒരു കൊല്ലക്കാലം പ്രസിഡന്റും 5 കൊല്ലക്കാലം വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു. അങ്ങനെ കിൻഫ്രയുടെ ഡയറക്ടറായിരുന്നു. കിൻഫ്ര അതിന് ഡയറക്ടറായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചുമതലകൾ വഹിച്ചിരുന്ന ആളാണ് ഞാൻ.
പക്ഷെ എന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ചില ജില്ലാ നേതൃത്വത്തിന്റെയും മണ്ഡല നേതൃത്വത്തിന്റെയും ഒക്കെ കുൽസിത ഫലമായി ഞാന് പാർട്ടിയില് മാറി നിൽക്കുന്ന ഗതികേട് വന്നു. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചില നേതാക്കൾ സീനിയറായ എന്നെ മറികടക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് ജില്ലയിലേക്ക് പ്രവേശിക്കാനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ചില ആളുകളുടെ ഒത്താശയുമായപ്പോൾ അത് പൂർത്തിയാക്കപ്പെട്ടു. അങ്ങനെ 3 കൊല്ലക്കാലമായി ഞാൻ മാറി നിൽക്കുകയാണ്. ഞാൻ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രവർത്തന രംഗത്ത് ഇറങ്ങാറില്ല. ഞാൻ ഈ 3 കൊല്ലക്കാലത്തിന്റെ അടുത്ത് നേതൃത്വത്തിന് മുഴുവൻ കത്ത് എഴുതിയിട്ടുണ്ട്. ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ LDF-നൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നെന്നും യു ഹൈദ്രോസ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി അംസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും തന്റെ കൂടെ കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നും യു ഹൈദ്രോസ് സൂചിപ്പിച്ചു. ദീനീ കാര്യങ്ങളും മതകാര്യങ്ങളൊക്കെ കൂട്ടിക്കുഴച്ചു കൊണ്ടുപോകുന്നതാണ് മുസ്ലിം ലീഗ്. അതിന് തീരെ അത് സമ്മതിക്കുന്നില്ല. സത്യത്തിന്റെ കൂടെ നിൽക്കണം, നേരിന്റെ കൂടെ നിൽക്കണം. ഇപ്പൊ നേരിന്റെ കൂടെ അല്ല, അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ തയ്യാറാണ്. മാത്രമല്ല, ഇപ്പൊ CAക്കെതിരായിട്ട് പ്രവർത്തിക്കേണ്ട പാർട്ടി യാതൊന്നും പറയുന്നില്ല. NIAക്ക് എതിരായിട്ട് വോട്ട് ചെയ്യേണ്ട സമയത്ത് അവിടെ അതിൽ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തില്ല. പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയാണ്. കാഴ്ച പരിമിതർക്ക് വോട്ടിംഗ് മെഷീനിലൂടെ സ്വന്തമായി വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കി പട്ടാമ്പി താലൂക്കിലെ ഇലക്ഷൻ വിഭാഗം. ഇതിനായി കാഴ്ച പരിമിതർക്കായി പരിശീലനം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാഴ്ച പരിമിതർക്ക് വോട്ടിംഗ് മെഷീനെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനമാണ് പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ നടന്നത്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ EVM മെഷീനിലൂടെ എങ്ങനെ വോട്ട് ചെയ്യാം എന്ന രീതിയാണ് കാഴ്ച പരിമിതർക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കി നൽകിയത്. താലൂക്കിൽ സജ്ജമാക്കിയിട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തന പരിചയ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു പരിശീലനം. ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. സുതാര്യവും സ്വതന്ത്രവുമായ ഒരു ഇലക്ഷൻ നടത്തണമെങ്കിൽ എല്ലാ വോട്ടർമാരും അവരുടെ വോട്ട് അവകാശം ശരിയായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ രാജ്യം ആര് ഭരിക്കണമെന്നും നമ്മൾ ആരാൽ ഭരിക്കപ്പെടണമെന്നും തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് നമ്മളെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. അതാണല്ലോ ജനാധിപത്യം. അപ്പോൾ ഈ സ്വതന്ത്രവും സുതാര്യവുമായ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ജനപക്ഷത്തു നിന്നുകൊണ്ട് ജനസൗഹൃദവും അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദവുമായ ഒരു ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ. പട്ടാമ്പി തഹസിൽദാർ TG ബിന്ദു, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. അക്കമ്പനീഡ് പേഴ്സൺ ഇവർ പറഞ്ഞു കൊടുത്ത അതേ ചിഹ്നത്തിൽ തന്നെയാണോ പ്രസ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദുരുപയോഗപ്പെടാതിരിക്കാൻ വേണ്ടി അവരുടെ വോട്ട് അവർ തന്നെ ചെയ്യണമെന്നതാണ് ECIയുടെ താല്പര്യം. അപ്പോൾ അതെങ്ങനെ സാധ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ബ്രൈൽ ലിപി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രിന്റ് ചെയ്തിരിക്കുന്നത് നമ്പറുകളാണ് 1, 2, 3, 4, 5, 6 അങ്ങനെ 16ാമത് വരെ. അപ്പോൾ ബ്രൈൽ ലിപി അറിയുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് അവരുദ്ദേശിക്കുന്ന നമ്പർ, ഇപ്പോൾ 6ാമത്തെ നമ്പറാണ് 6, 5ാമത്തെ നമ്പറാണ് 5, 4ാമത്തെ നമ്പറാണ് അത് കണ്ടെത്താൻ കഴിയും. ഇവിടുന്ന് തുടങ്ങി ഇതുവരെ ആകെ 16 സംഭവങ്ങളാണുള്ളത്. ഇങ്ങനെ അംഗപരിമിതർക്ക് അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ കൂടുതൽ ഷാർപ്പായിരിക്കും സാധാരണ മറ്റുള്ളവരെക്കാൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇത് ഏതാണ് 8ാമത്തത് ഏതാണ് 10ാമത്തത് എന്ന് അറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ പഴനിയപ്പനും ക്ലാസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ അവസരം ഉപയോഗപ്പെടുത്തി. അവരവരുടെ വോട്ടവകാശം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളിൽ അത് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ബ്രെയിൽ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെയിൽ ലിപിയിലുള്ള ഈ പരിഷ്കാരം തുടർന്നുകൊണ്ട് മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, അതുപോലെ ATM ഇതിലൊക്കെ ഉള്ളതുപോലെ തന്നെ സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകൾ ഈ പിന്നെ നമ്മുടെ യന്ത്രത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഇയർഫോൺ കൂടെ ഘടിപ്പിച്ചുകൊണ്ട് ആവുമ്പോൾ ഇവർക്ക് കാഴ്ചപരിമിതിയുള്ള ആളുകൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് തൊട്ട്
കേട്ട് പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി. 16 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം, 63കാരന് 83 വർഷം കഠിന തടവ്. തമിഴ്നാട് സ്വദേശി അൻപിനാണ് ശിക്ഷ വിധിച്ചത്. 16 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് 63 വയസ്സുകാരന് 83 വർഷം കഠിന തടവും 4.3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനുവാണ് ശിക്ഷ വിധിച്ചത്. തമിഴ്നാട് സ്വദേശി അൻപനാണ് പ്രതി. 2022 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഷൊർണൂരിൽ വെച്ചായിരുന്നു സംഭവം. പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തിയെന്നും വധഭീഷണി നടത്തിയെന്നുമാണ് കേസ്. ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന PM ഗോപകുമാറാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 40 വർഷം തുടർച്ചയായി ശിക്ഷ അനുഭവിക്കുവാനും പിഴസംഖ്യ ഇരക്കി നൽകുവാനും വിധിയായിട്ടുണ്ട്. 18 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 23 രേഖകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. രജിസ്ട്രേഷൻ മേഖലയിൽ ടെംപ്ലേറ്റ് സംവിധാനം നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് ആധാരമെഴുത്തുകാരുടെ സമരം. സംസ്ഥാന വ്യാപകമായി പണിമുടക്കും ധർണയും നടത്തി. പട്ടാമ്പിയിൽ നടന്ന ധർണ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. നീതിക്കായി ഞങ്ങൾ ഉയർത്തും, മുദ്രാവാക്യം ശാശ്വതമാക്കും, ടെംപ്ലേറ്റ് ഇവിടെ വേണ്ടേ വേണ്ട, നെറ്റുണ്ടെങ്കിൽ കറണ്ടില്ല. രജിസ്ട്രേഷൻ മേഖല ഒന്നാകെ തകർക്കുന്ന ടെംപ്ലേറ്റ് സിസ്റ്റം വേണ്ട എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ആധാരമെഴുത്തുകാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കും ധർണയും നടത്തിയത്. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലും ധർണ സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭാ കൌൺസിലർ KR നാരായണസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു. അതൊരു മാമൂല് പോലെയായി അതിന്റെ ഒരു വ്യവസ്ഥയും പാലിക്കാത്ത രീതിയിൽ അശാസ്ത്രീയമായ രീതിയിൽ ടെംപ്ലേറ്റ് സമ്പ്രദായം ആവിഷ്കരിക്കാൻ പോവുകയാണ്. ആ ടെംപ്ലേറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇപ്പോഴും നമുക്കറിയാം, ഒരു 90% ആളുകൾ അപേക്ഷ പൂരിപ്പിക്കാനും മറ്റുമൊക്കെ കഷ്ടപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു വില്ലേജിലൊരു നികുതി അടക്കുന്ന കാര്യത്തിനായാലും ഒരുപാട് കാര്യങ്ങൾക്ക് നഗരസഭയിലൊരു കാര്യത്തിനായാലും വളരെയധികം ബുദ്ധിമുട്ടുന്ന 70%-ലധികം വരുന്ന ആളുകളെ നമുക്ക് കാണാനുണ്ട്. ഇവർക്കൊക്കെ ആശയം ആധാരമെഴുത്തുകാരുടെ ഈ സംഘടനയാണ്. ലൈസൻസ് ആധാരമെഴുത്തുകാർക്ക് കിട്ടുന്നത് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വിവിധ പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും ഏർപ്പെട്ടിട്ടാണ് അവർ ഈ ഡോക്യുമെൻ്റ് റൈറ്റേഴ്സായി ലൈസൻസിയായി മാറുന്നത്. പക്ഷെ ആ ലൈസൻസിയായി മാറുന്നത് എന്തിനാണ് അവർക്ക് ആ പരീക്ഷ നടത്തിയ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്? ആ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ചെയ്യണ്ടേ ഒരാധാരം? ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരട്ടെ. യൂണിയൻ പ്രസിഡന്റ് PK ഹരിഹരൻ അധ്യക്ഷനായിരുന്നു. നീലടി സുധാകരൻ, കാർത്തിയായിനി, വിനോദ്, സബിത, മുഹമ്മദ് അലി, അബ്ദുൽ ജബ്ബാർ, ധന്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞ് ചാലിശ്ശേരി സ്വദേശി 3 വയസ്സുകാരൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയത് ഗ്രാമത്തിന് അഭിമാനമായി. ചാലിശ്ശേരി മുഖിലപീടിക പാളിക്കാട്ടിൽ സിറാജുദ്ദീൻ നജ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകൻ അംഗൻവാടി വിദ്യാർത്ഥിയായ അൽ അമീനാണ് ചിന്തയും കാര്യഗ്രഹണശേഷിയും കൈമുതലാക്കി അറിവിന്റെ സമ്പാദ്യം തേടി സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പാടാൻ പോകുന്ന അനിൽപ്പാട്ടിന്റെ പേരാണ് കന്നഡ. എവിടെ പോയി? തണ്ണൂത്തരയിലെ തന്നയുടെ അപ്പൂപ്പന്റെ കന്നഡ തന്നത ഒരിക്കൽ വട്ടിയിൽ തപ്പുന്നു, തൊട്ടാൽ തപ്പുന്നു, തുച്ചിരി തപ്പോട് തപ്പു തന്നെ. 31 തരം പഴവർഗ്ഗങ്ങൾ, 12 തരം നിറങ്ങൾ, 46 ഇനം മൃഗങ്ങൾ, 23 തരം പച്ചക്കറികൾ, 52 ഇനം ഭക്ഷണ പദാർത്ഥങ്ങൾ, 10 തരം പക്ഷികൾ, 14 തരം വാഹനങ്ങൾ, 25 അറബിക് വാക്യങ്ങൾ, മനുഷ്യ ശരീരത്തിലെ 28 അവയവങ്ങൾ, 10 മലയാളം പാട്ടുകൾ, 14 ഇനം പ്രാണികൾ എന്നിവയെല്ലാം ലാപ്ടോപ്പിൽ ചിത്രം കാണിച്ചാൽ ഉടനെ തിരിച്ചറിയാനും ചോദിച്ചാൽ പറയാനും സാധിക്കും അൽ അമീന്. കൂടാതെ 50ഓളം പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും 50ഓളം മലയാളം വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാനും 1 മുതൽ 50 വരെയുള്ള അക്കങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയാനും കഴിയും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? പിണറായി വിജയൻ. നമ്മുടെ പ്രധാനമന്ത്രിയോ? മോദി. ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നെഹ്റു.
നെഹ്റുവിന് എന്താ കുട്ടികളെ ഇഷ്ടത്തോടെ വിളിച്ചിരുന്നത്? ചാച്ചാജി, വെരി ഗുഡ്. നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആരാ? ഗാന്ധിജി, കാട്ടിലെ രാജാവ്? സിംഹം, പശുവിന് എന്താ പറയാ? തൗ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനൊപ്പം കലാംസ് വേൾഡ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. മോന്റെ പേര് അൽ അമീൻ എന്നാണ്. മോൻക്ക് 3 വയസ്സായി. അവന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അതുപോലെ തന്നെ കലാം വേൾഡ് റെക്കോർഡ്സ് എന്നീ 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ ജീനിയസ് കിഡ് എന്ന ടൈറ്റിലാണ് കിട്ടിയത്. ഇതിനു വേണ്ടിയിട്ട് അവന് 50ഓളം GK ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു. അതുപോലെ തന്നെ 50ഓളം മലയാളം വേർഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. വെഹിക്കിൾസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ആനിമൽസ് ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഐറ്റംസിൻ്റെ ഇമേജസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് അവന് പറയുമായിരുന്നു. ഉമ്മ മൂത്ത സഹോദരിക്ക് പഠിപ്പിച്ചു നൽകുന്ന പാഠങ്ങളും കഥകളും കേട്ടാണ് അൽ അമീൻ എല്ലാം സ്വയം പഠിച്ചത്. MA സൈക്കോളജി ബിരുദധാരിയായ ഉമ്മയാണ് മകന്റെ അഭിരുചിയും കഴിവുകളും കണ്ടെത്തിയത്. പരേതരായ മുൻ പഞ്ചായത്ത് മെമ്പർ ഖാദർ ഹാജിയുടെയും ഖദീജ ടീച്ചറുടെയും പേരക്കുട്ടിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ മാഷിന്റെ സഹോദരപുത്രനുമാണ് അമീൻ. LDF തളി ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPIM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തളി ലോക്കൽ കമ്മിറ്റി അംഗം P ശങ്കരൻകുട്ടി സ്വാഗതം പറഞ്ഞു. CPI വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, CPI ചേലക്കര മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാർ, UR പ്രദീപ് MLA, ഏരിയ കമ്മിറ്റി അംഗം KK ബാബു, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. തലശ്ശേരി ഹൈപാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഘടകകക്ഷി അംഗം CPI അംഗം സോമൻ അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ്, M സുകുമാരൻ, KS ദിലീപ്, ബിപിൻ ദാസ്, KK ബാബു, പ്രേമകുമാരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കലാഭവൻ മണി ഫൗണ്ടേഷന്റെ ഓടപ്പഴം പുരസ്കാരം നേടിയ കുട്ടൻ വൈലിക്ക് സ്നേഹാദരവും നൽകി. പെരിങ്ങോട് ശ്രീ വട്ടപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നവാഹത്തോടനുബന്ധിച്ച് സമാപന ദിവസം മാർച്ച് 28 വൈകിട്ട് 6 മണിക്ക് ലക്ഷദീപം തെളിയിക്കലുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വേങ്ങാശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ 5-ന് നട തുറക്കൽ, തുടർന്ന് വിശേഷാൽ പൂജകളുമുണ്ടായി. തുടർന്ന് 11:30 വെങ്ങാശ്ശേരി മനയിൽ നിന്നും മൂലസ്ഥാനത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2:30 3 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് പ്രാദേശിക പൂരം വരവുകൾ ഉത്സവ പറമ്പിലേക്കെത്തി. ആന, പാണ്ടിമേളം, പഞ്ചാരിമേളം, നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരം വരവിനെ വർണ്ണാഭമാക്കി. രാത്രി ഡബിൾ തായമ്പക, രാത്രി പൂരം എഴുന്നള്ളിപ്പ്, ആയിരത്തിരി എന്നിവയ്ക്ക് ശേഷം താലപ്പൊലി മഹോത്സവം സമാപിക്കും. CPIM ജില്ലാ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റുമായിരുന്ന KT ഗോപിയുടെ 18ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPIM തൃത്താല ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. VK ചന്ദ്രൻ, TP മുഹമ്മദ്, TP കുഞ്ഞുണ്ണി, KP ശ്രീനിവാസൻ, MK പ്രദീപ്, KP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.